ഹലോ ഹായ് എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ഒരു സാലഡ് ഉണ്ടാക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് പിന്നെ ഇത് മൂന്നെണ്ണം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഇത് പിങ്ക് കളറാണ്. അപ്പോൾ നമ്മൾ ആദ്യം ഒരു ഡ്രാഗൺ ഫ്രൂട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, അത് വന്നിട്ട് വൈറ്റ് ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് ഞങ്ങൾക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഇതും അങ്ങനെ ആയിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷേ ഇത് വന്നിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ. നല്ലൊരു മധുരവും ഒരു പുളിയൊക്കെ ആയിട്ട് നല്ല ടേസ്റ്റുള്ള. അപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ വെള്ളൻ്റെ ടേസ്റ്റ് വന്നിട്ട് ആർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. വെള്ളമൊക്കെ വന്നിട്ട് നമ്മുടെ പപ്പാളീൻ്റെ പാലിൻ്റെയൊക്കെ ഒരു ചൊവയും കാര്യങ്ങളൊക്കെ ആയിട്ട് മക്കളൊന്നും തിന്നതേ ഇല്ല കേട്ടോ. ഇത് വന്നിട്ട് അവർക്ക് നന്നായി ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. നമുക്ക് ഇതായിട്ട് ഒരു ഫ്രൂട്ട് സാലഡ് പോലെ ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കളറൊക്കെ കയ്യിലൊക്കെ പറ്റിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര കളറാണ് കേട്ടോ. അപ്പോൾ ഒന്നിന് നമ്മൾ പുറം ഭാഗം കണ്ടിട്ട് ഒരു വിലയിരുത്തൂലേ, അത് ചെയ്യരുത് കേട്ടോ. എന്താ വെച്ചാൽ വെള്ള അങ്ങനത്തെ ഒരു ടേസ്റ്റ് ആയത് കാരണം മറ്റേതും അതേപോലെ തന്നെയാണെന്നൊരു വിചാരമായിരുന്നു കേട്ടോ എനിക്ക്. പിന്നെ ഇത് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഈ കളറ്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ഞാനൊരു നേന്ത്രപ്പഴം കൂടെ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ പഴവും ഡ്രാഗൺ ഫ്രൂട്ടും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്കിതിന് കസ്റ്റാർഡ് പൗഡറൊക്കെ ഒന്ന് പാലിൽ ഒഴിച്ച് കുറുക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് പാൽ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ 2 സ്പൂണ് കസ്റ്റാർഡ് പൗഡർ ഇട്ട് കൊടുക്കാം. അപ്പോൾ കസ്റ്റാർഡ് പൗഡർ കട്ടാതെ പാലിൽ നല്ലോണം ഇളക്കി കൊടുക്കണം കേട്ടോ. കട്ട കെട്ടി കഴിഞ്ഞാൽ നമ്മൾ പാലിലേക്ക് ഒഴിക്കുമ്പോഴേക്കിന് അത് വേഗം കട്ട പിടിക്കും കേട്ടോ. ബാക്കി പാൽ നമുക്ക് പാനിലൊക്കെ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ട് നമുക്ക് പാലൊന്ന് കുറുക്കിയെടുക്കാം. അപ്പോൾ പാല് നല്ലൊന്ന് തിളച്ച് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് കസ്റ്റാർഡ് പൗഡർ കലക്കിയത് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഒഴിച്ച് കൊടുത്ത പാടെ വേഗം ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ അടി പിടിക്കും. അപ്പോൾ നമുക്ക് കൈ എടുക്കാതെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ സാലഡിനുള്ള കസ്റ്റാർഡ് കുറുക്കിയത് ഒന്ന് തണുത്ത് വരട്ടെ കേട്ടോ. അപ്പോൾ അതിന് മുന്നേ നമുക്ക് ഒരു ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ തൈ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഡ്രാഗൺ ഫ്രൂട്ട് കിട്ടിയ സമയം തന്നെ നമുക്ക് തൈയും കിട്ടിയിട്ടുണ്ട്. തൈ വന്നാൽ ഞങ്ങൾ വീട്ടിൽ പോയപ്പോൾ വീട്ടിൽ നിന്ന് ഇപ്പം തന്നതാണ് കേട്ടോ. ആരോ കൊടുത്തതാണെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ വീട്ടിലും വെക്കാൻ അവിടെ വെച്ചിട്ടുണ്ട്. എനിക്കിപ്പോൾ 2 തൈ തന്നു. അപ്പോൾ ഇത് ഒന്നിവിടെ അങ്ങനെ കട്ടാക്കിയിട്ടുണ്ടെങ്കിൽ 2ആയിട്ട് വെക്കാം, ഇതൊന്ന് തനിച്ചും വെക്കാം. അപ്പോൾ അങ്ങനെ കൊണ്ടുവന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതൊന്ന് മുറിച്ചിട്ട് കൊണ്ടുപോയി നട്ടിട്ട് വരാം കേട്ടോ. അപ്പോൾ ഞാൻ ഈ ചെടി വെക്കാൻ ഉദ്ദേശിക്കുന്നത് ഈ മാവിൻ്റെ ചുവട്ടിലാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു പപ്പാളി തൈ ഉണ്ടായിരുന്നു, അത് വന്നിട്ട് കുരങ്ങ് പൊട്ടിച്ചിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ അവിടെ വെക്കാനൊക്കെ പേടി തന്നെയാണ്. ഒന്ന് പൊട്ടിത്തെഴുത്ത് വന്നു കഴിഞ്ഞാൽ അതിറ്റങ്ങൾ വന്ന് പൊട്ടിച്ചിട്ട് പോകും കേട്ടോ. എന്തായാലും നമുക്ക് നട്ട് നോക്കാം. അപ്പോൾ കുറച്ച് ചാണകപ്പൊടി എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞങ്ങൾ പച്ചമുളക് ചെടിക്ക് ഇടാൻ വേണ്ടിയിട്ട് വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതായിരുന്നു കേട്ടോ ചാണകപ്പൊടി. അപ്പോൾ മഴ ആയതുകൊണ്ട് പച്ചമുളക് ചെടി പിന്നെ നടാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമുക്ക് ഇതിന് ചെടിക്ക് കുറച്ച് ഇട്ട് കൊടുത്തിട്ട് നല്ലൊന്ന് മണ്ണിട്ടിട്ടൊന്ന് മൂടി കൊടുക്കാം കേട്ടോ. വലിയ പ്രതീക്ഷയൊന്നുമില്ല കേട്ടോ. നടാൻ എന്തും നടുമ്പോൾ ഒരു പേടിയാണ്. നമ്മളിപ്പോൾ എന്തെങ്കിലും നട്ട് തെഴുത്ത് വന്നു കഴിഞ്ഞാൽ അത് കുരങ്ങ് പൊട്ടിക്കുമോ എന്നുള്ളൊരു പേടിയാണ് കേട്ടോ. അപ്പോൾ പപ്പാളിത്തൈയൊക്കെ ഒരുപാട് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതൊക്കെ നല്ല ഉഷാറായി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ചെറുതിൽ വെച്ച സമയത്തൊന്നും കുരങ്ങേ വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ നല്ല ഉഷാറായി വന്നപ്പോൾ കുരങ്ങ് വന്ന് പിച്ചൽ തുടങ്ങി കേട്ടോ. അപ്പോൾ എന്തായാലും നട്ടിട്ടുണ്ട്, എന്താകുമെന്ന് നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മളെ കസ്റ്റാർഡ് മിൽക്ക് ഒക്കെ ഒന്ന് തണുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഫ്രൂട്ട്സൊക്കെ ഇട്ടുന്നിട്ട് സാലഡ് റെഡിയാക്കാം. അപ്പോൾ നമ്മൾ പാത്രത്തിലോട്ട് ഫ്രൂട്ട്സൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് കസ്റ്റാർഡ് മിൽക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇനി ഇത് ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ കളറ് കാരണം കളറൊക്കെ ചേഞ്ച് ആവും കേട്ടോ. ഇട്ടപ്പോഴേക്കും തന്നെ കളറൊക്കെ മാറുന്നുണ്ട്. അപ്പോൾ മോള് വരുമ്പോഴത്തേക്കിനൊക്കെ അത് കളറ് ചേഞ്ചൊക്കെ ആവും കേട്ടോ. അവൾക്ക് ഡ്രാഗൺ ഫ്രൂട്ട് വലിയൊരു തൃപ്തിയില്ല. എന്നാലും ചിലപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കിയത് കൊണ്ട് കഴിക്കുമായിരിക്കും കേട്ടോ. പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ കഴിക്കാനൊക്കെ.
അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ഇതിൻ്റെ കമൻറ്റും കാര്യങ്ങളും അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റായിട്ടൊക്കെ ഒന്ന് അറിയിക്കണേ. അപ്പോൾ നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയി വന്നിട്ടുണ്ട് മോള് വന്നപ്പോൾ കേട്ടോ. അപ്പോൾ ഇന്നത്രയുള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്.